പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചാപ്റ്റർ 2-ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇഫ് 2 and -3 are the zeros of the polynomial x square plus a plus 1 into x plus b, then find the value of a and b. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ പോളിനോമിയലിനകത്ത് നിന്ന് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ഇവിടെ സീറോസ് നമുക്ക് തന്നിട്ടുണ്ട്, 2ഉം -3യുമാണ്. അതായത് ആൽഫയും ബീറ്റയും എത്രയാണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ നമുക്ക് ആദ്യം ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ബി. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. നമുക്ക് ആൽഫയും ബീറ്റയും തന്നിട്ടുണ്ട്. ആൽഫ ഈസ് ഈക്വൽ ടു 2, ബീറ്റ ഈസ് ഈക്വൽ ടു -3 എന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി സീറോസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തു നിന്ന് നമുക്ക് തന്നിട്ടുള്ള ഈ പോളിനോമിയലിനകത്ത് നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആൽഫ പ്ലസ് ബീറ്റയും ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് നിന്ന് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? -b/a. ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ്? a + 1 ആണ് ഇവിടുത്തെ ബി. അപ്പം -a + 1/a ഈസ് 1. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -a + 1/1 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ നിന്ന് എ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആൽഫ ഈസ് 2, ബീറ്റ ഈസ് -3 ഈസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ ഈ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കുന്നു. അപ്പം -a - 1 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ആക്കി. 2 + -3 എന്ത് വരും? -1 ഈസ് ഈക്വൽ ടു -a - 1. ഇനി ഞാൻ ഈ -1നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്താവും? -1 + 1 ഈസ് ഈക്വൽ ടു -a. അപ്പം -a ഈസ് ഈക്വൽ ടു 0, a ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം എന്ത് വേണം? ആൽഫ ബീറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് c/a ആണ്. അപ്പോൾ ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ബി ആണല്ലേ? b/1. എ എന്ന് പറയുന്നത് 1 ആണ്. ഇനി ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൽഫ ഈസ് 2, ബീറ്റ ഈസ് -3 ഈസ് ഈക്വൽ ടു ബി. -3 ഇൻറ്റു 2 ഈസ് 6 ഈസ് ഈക്വൽ ടു ബി. ബി ഈസ് ഈക്വൽ ടു 6 എന്ന് നമുക്ക് വാല്യൂ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ഓഫ് ദി പോളിനോമിയൽ ax² - 6x - 6 ഈസ് 4, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. ഇഫ് ദ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ഓഫ് ദി പോളിനോമിയൽ ഈസ് 4, അതായത് ഈ പോളിനോമിയലിൻ്റെ സീറോസിൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 4 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീറോസ് എന്തൊക്കെയാണ്? ആൽഫയും ബീറ്റയും. അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ബീറ്റ. ആൽഫ ബീറ്റ എത്രയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്? 4 ആണ് എന്ന് നമുക്കിവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഇനി നമ്മുടെ പോളിനോമിയൽ നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. എന്താണ്? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ax² - 6x - 6. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. നമ്മൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൽഫ ബീറ്റയുടെ വാല്യൂ ഓൾറെഡി നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? c/a ആണ്. c/a എന്ന് പറയുന്നത് എന്താണ്? -6/, എയുടെ പ്ലേസിൽ എന്ത് തന്നെയാണ് ഇവിടെ? എ തന്നെയാണ്. ആൽഫ ബീറ്റ 4 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ 4 ഈസ് ഈക്വൽ ടു -6/a. ഇതിൽ നിന്ന് എ എന്ത് വരും? എ ഇങ്ങോട്ട് പോവും, 4 ഇങ്ങോട്ട് വരും. അപ്പോൾ എന്താവും? എ ഈസ് ഈക്വൽ ടു -6/4, ദാറ്റ് ഈസ് -3/2. ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലാക്കുമ്പോൾ നമുക്ക് -3/2 എന്ന് കിട്ടും. എയുടെ വാല്യൂ നമുക്ക് -3/2 എന്ന് കിട്ടി.